എല്ലാ ഓണത്തിനും മലയാളികൾക്ക് നല്ല രുചി വിളമ്പുന്നത് എനിക്കൊരു ത്രില്ലാണ്. ഇത്തവണ ആ രുചിക്കൂട്ടിൽ ചിലത് എൻ്റെ ഒരു പഞ്ചാബി ഫ്രണ്ടിനെ പരിചയപ്പെടുത്താമെന്ന് കരുതി. Namaskaram, Priya ma'am. Thank you for coming to our Dhaba, Sethi Da Dhaba. Thank you. So I heard a lot about you. You're from Fort Kochi in Chef. Yeah. So I have very curiosity to learn the Malayali food from you. Yeah. So it's now Onam is coming. Yeah. So what dish you can make me understand and to like that you can. Yeah. First of all, എനിക്കൊരു കാര്യം പറയാനുള്ളത് പാജി ഇത്ര നല്ലോണം മലയാളം സംസാരിക്കും എന്നുള്ളതാണ്. Okay. ഞാൻ പല സർദാജീസിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്രയും നല്ലൊരു മലയാളം നല്ല സ്ഫുടമായി സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട്. Okay, thank you very much. അപ്പൊ ഞാൻ പിന്നെ എനിക്കൊരു കാര്യം ഇപ്പൊ ഞാൻ ഇതിലോട്ട് വരുന്നതാണെന്ന് വെച്ചാൽ നമ്മൾ ഓണം അങ്ങ് അടുത്തിരിക്കണയാണ്. Okay, ശരിയാ അല്ലേ? Okay. അപ്പം എനിക്ക് ഇവിടെ പാജിയുടെ ഈ സേത്തി ദാ ധാബയില് ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട് പഞ്ചാബി ഫുഡ് കഴിക്കാനും അങ്ങനെയൊക്കെ അല്ലേ? പക്ഷെ യൂഷ്വലി ഇപ്പൊ ഓണം സീസൺ ആയതുകൊണ്ട് ഈ വരുന്ന കസ്റ്റമേഴ്സിന് പാജി ഓണത്തിന് വല്ല മലയാളി ഭക്ഷണങ്ങൾ കൊടുക്കാറുണ്ടോ? അല്ല, ആക്ച്വലി ഞങ്ങൾ ഇവിടെ നോർത്ത് ഇന്ത്യൻ ഫുഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആക്ച്വലി എനിക്കൊരു ആഗ്രഹമുണ്ട്. എങ്ങനെ ഞാൻ സദ്യ കഴിക്കാറുണ്ട് പൊതുവെ. ഞാൻ ജനിച്ചു വളർന്ന ഇവിടെ തന്നെയാണ്. അപ്പൊ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, പഠിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മിക്ക സദ്യകളും ഫ്രണ്ട്സ് ഒക്കെ വിളിക്കുമ്പോൾ പോകും, സദ്യ കഴിക്കാൻ പോകും. ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വിഭവം എന്താണ്? എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടമുള്ള പായസമാണ്. പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പാൽ പായസം എനിക്ക് ഇഷ്ടമാണ്. പിന്നെ എല്ലാ വെജിറ്റബിൾ കറീസ്, ഓൾ ഡിഫറെന്റ് കറീസ് ആണ്. എനിക്ക് അത്രയും പേരുകൾ പറയാൻ, ഒത്തന്റിക് പേര് പറയാൻ എനിക്ക് അറിയില്ല. പക്ഷെ എല്ലാവും റിയലി ഹോണസ്റ്റ്ലി എല്ലാവും സദ്യ. സദ്യ ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ രണ്ട് സ്വീറ്റ് ഉണ്ടാകും, പച്ചക്കറികളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന് പുറമെ നമ്മുടെ കറികളിൽ ഒരു രണ്ട് തരം മധുരമായിട്ട് ഉള്ള ഒരു പച്ചടി, കിച്ചടി അങ്ങനെ കേട്ടിട്ടുണ്ട്. അതുപോലെ നമുക്കൊരു സ്വീറ്റ് ആയിട്ട് ഒരു ഡിഷ്, ഒരു പഴമാങ്ങ കറി എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഇതാണ്. കാരണം ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഇതുമാണ്. സോ അറ്റ്ലീസ്റ്റ് എനിക്ക് ഓണത്തിന് സെർവ് ചെയ്യാനൊരു ആഗ്രഹമുണ്ട്. അത് പാജി ഇപ്പൊ എത്ര കാലമായി ഇവിടെ വന്നിട്ട്? ആക്ച്വലി ഞങ്ങൾ വന്നിട്ട് ഇവിടെ ജനിച്ചു പറഞ്ഞ ഞാൻ ഇവിടെ തന്നെയാണ്. പഠിച്ച എല്ലാ ആൽബർട്ട്സ് തന്നെയാണ്. ബേസിക്കലി ഞങ്ങൾ ഈ ഫുഡ് ഇൻഡസ്ട്രീസ് ആൾക്കാരല്ല. ഇത് എൻ്റെ ഒരു മൈ മദർ വാസ് വെരി ഫുഡി, ഭയങ്കര ഫുഡിയായിരുന്നു. അപ്പൊ അവര് ഒരു ആഗ്രഹമായിരുന്നു ഈ ഇങ്ങനെ ഒരു പഞ്ചാബി റെസ്റ്റോറൻറ്റ്, ഒത്തന്റിക് പഞ്ചാബി റെസ്റ്റോറൻറ്റ് കേരളത്തിൽ വന്നാൽ കൊള്ളാന്ന് ഒരു ആഗ്രഹിച്ചാണ്. മൈ യങ്ങർ ബ്രദർ കോപ്പറേറ്റ് ബിക്കി സിംഗ്, പുള്ളി പുറത്തും വരില്ല. കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പുള്ളിയായി, എല്ലാം പുള്ളിയാണ് ചെയ്യണത്. ബേസിക്കലി ഓൾ വാട്ട് ഈസ് പിക് പെക് ഐറ്റംസ് ഉള്ള പുള്ളിക്ക് ഒരു പാഷനാണ്. അങ്ങനെ ഞങ്ങൾ 2015 ഇത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫുഡ് ഈസ് ഇമോഷണൽ, ഇറ്റ്സ് എനർജറ്റിക്, and your intention should be always pure. How you serve it, that's a big blessing. In the food industry നമുക്ക് sorry എന്ന് പറയാൻ പറ്റില്ല. In other sector we can tell sorry, but this not. Your intention should be good and everything God will bless you. The universe will help you. I know. Priya ma'am, ആ ഡിഷിന്റെ പേര് എന്താണ് മാം പറഞ്ഞ? കിട്ടിയില്ല എനിക്ക്. ഡിഷിന്റെ പേര് എന്ന് പറഞ്ഞാൽ പഴമാങ്ങ കറി. പഴമാങ്ങ കറി എന്നാണ് ഉദ്ദേശിച്ചത്. പഴം means fruits. അതെ. That പഴം means പഴം, not banana. Mango means mango കറി. അതിലൊരു ഒരു സ്പെഷ്യൽ ഒരു ഡിഷാണ്. യൂഷ്വലി മാങ്ങ കൊണ്ട് ഒരുപാട് കറികൾ നമ്മൾ മലയാളികൾ കേരളത്തില് സദ്യക്ക് വിളമ്പാറുണ്ട്. ബട്ട് ഇത് ലൈക്ക് മാമ്പഴ പുളിശ്ശേരി, മാമ്പഴ കറി, അങ്ങനെ പലതും. ബട്ട് ദിസ് ഇസ് സംതിങ് ഡിഫറെന്റ്. പഴമാങ്ങ കറി എന്ന് പറഞ്ഞാല് അതിൽ നമ്മൾ കോക്കനട്ട് ഒന്നും ആഡ് ചെയ്യില്ല. എന്തായാലും ഞാനത് പാജിനെ കാണിച്ചു തരാം. പാജി, ഞാനിപ്പോ പാജീനെ ഒരു പഴമാങ്ങ കറി പഠിപ്പിക്കാൻ പോകുന്നത്. സന്തോഷം. നമുക്കിപ്പം ഇതിന്റെ ഇൻഗ്രീഡിയൻസ്, മെയിൻ ആയിട്ട് നമുക്ക് ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്. മധുരമുള്ള നല്ല പഴുത്ത മാങ്ങ വേണം നമുക്ക് ഈ ഒരു ഡിഷ്. പിന്നെ ഇത് പഞ്ചസാര. പിന്നെ മാങ്ങ മധുരമുള്ളപ്പോ എന്തിനാ പഞ്ചസാര? പഞ്ചസാരയാണ് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ്. ഞാൻ വഴിയിലെ ഞാൻ പാജിനോട് പറഞ്ഞു തരും എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്ക് മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. പിന്നെ ഇതൊരു ലാസ്റ്റ് നമ്മള് ആരും സവാള ആരും ഇടൂല.
ഇടൂല. ഓക്കെ ഓക്കെ. ഇങ്ങനത്തെ പച്ചക്കറി ഡിഷുകൾക്ക് സവാള ആരും ഇടൂല. റൈറ്റ്. നമ്മൾ ഇതിന് സവാള തന്നെ ഇടണം. ഓക്കെ റൈറ്റ്. ശരി റൈറ്റ്. ബാക്കിയൊക്കെ നമ്മളുടെ ഉലുവ, കടുക്, റൈറ്റ് റൈറ്റ്, റെഡ് ചില്ലി, താളിപ്പിന് ഇടണേണ്. അപ്പൊ നമുക്ക് അങ്ങ് തുടങ്ങിയാലോ? തുടങ്ങിക്കളേ. റൈറ്റ്, ഷുവർ. തൈര് ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതൊരു ഇൻഗ്രീഡിയന്റ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് ഒരിക്കലും അരിയരുത്. ഓക്കെ. മാങ്ങ ഒന്ന് മുറിച്ചിട്ട് ഓക്കെ ഇങ്ങനെ പൊളിച്ചെടുക്കണം. ഓക്കെ റൈറ്റ് 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 റൈറ്റ്. ഇങ്ങനെ എടുക്കണം. ഒരിക്കലും നമ്മള് കട്ട് ചെയ്യരുത്. റൈറ്റ് റൈറ്റ് റൈറ്റ്. ഇതിങ്ങനെ എടുക്കുക. ഓക്കെ. അതുപോലെ എല്ലാത്തിന്റെയും ഊരിയെടുക്കാം. തൊലി മാത്രം പൊളിച്ച് മാറ്റുക. ഔട്ടർ മാത്രം. പാജി വേണമെങ്കിൽ ചെയ്തോ, വേണമെങ്കിൽ ഒരെണ്ണം അറിയണമല്ലോ എങ്ങനെയാണെന്ന്. പഠിക്കണ്ടേ? എപ്പോഴും പഞ്ചാബി ഫുഡ് ഉണ്ടാക്കി പരിചയമുള്ളൂ എനിക്ക്. പക്ഷെ ഇപ്പൊ മലയാളി ഫുഡും കൂടി ഒന്ന് ഒരു ചാൻസ് കിട്ടും, പഠിക്കാല്ല. പിന്നെ തീർച്ചയായിട്ടും ഇത് ഇതുപോലെ എല്ലാം ഊരിയെടുക്കാം. പാജി, ഇനി നമുക്കിത് ജസ്റ്റ് ഒരു കൈ കൊണ്ട് നന്നായിട്ടൊന്ന് സ്ക്വീസ് ചെയ്തെടുക്കണം. കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ലൈക്ക് കണ്ട, അത് അതിന്റെ ജ്യൂസ് ഇച്ചിരി പുറത്തോട്ട് കൈ. ബിക്കോസ് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യലും കൈ വെച്ച് തന്നെ നമ്മൾ യൂസ് ചെയ്യണം, സ്ക്വീസ് ചെയ്യണം. ശരിയാ. കണ്ടാ, ഇത് ഭയങ്കര രുചിയുള്ള ഒരു ഡിഷാണ്. ഞാൻ കഴിച്ചിട്ടില്ല ഇന്നുവരും. ബിക്കോസ് എല്ലാവരും തേങ്ങ അരക്കും. ഈ തേങ്ങ ഒന്നും അരക്കണ്ട, അല്ലാണ്ട് നമുക്ക് നല്ലതായിട്ട് ചെയ്യാം. പാജി അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചോ. മതി. ഇനി നമുക്ക് ഇതിലോട്ട് ഈ പഴമാങ്ങ കറി അങ്ങ് ഇടാം. സോ കുറച്ചുകൂടി വെള്ളം ഇടുക. അധികം വേണ്ട, കുറച്ച്. ഇത് ശരിക്കും ബോയിൽ ആവണം. ഇത് ബോയിൽ ആണതിന് മുമ്പ് ഇനി കുറച്ച് സാധനങ്ങൾ കൂടി അതിനകത്തോട്ട് ഇൻഗ്രീഡിയൻസ് ഇടണം. മെയിൻ ഇൻഗ്രീഡിയന്റ് സവാള, ഓണിയൻ. ഓണിയൻ നമുക്ക് ഒരു കുറച്ച് ഓണിയൻ ഇടുക. കുറച്ചെന്ന് വെച്ചാൽ നല്ല ഒരു മാതിരി മതി. ഇത്ര ഓണിയൻ ഇടുക. അതിന്റെ കൂട്ടത്തില് കുറച്ച് റെഡ് ചില്ലി ഇട്ടോ. ഒരു സ്പൂൺ മതിയല്ല? ഒരു സ്പൂൺ റെഡ് ചില്ലി. പിന്നെ ഒരു 1/4 സ്പൂണ് ടർമറിക് പൗഡർ. ഇട്ടോ, മതി. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്താകും? സോൾട്ട്. സ്പൂണില് കുറച്ച് സോൾട്ട്. ഇത്ര മതിയായിരിക്കും. പിന്നെ ഷുഗർ. ഇത് എത്ര സ്പൂൺ ഇട്ടുണ്ട്? ഒരു 2 സ്പൂൺ ഇട്ടു. 2 സ്പൂൺ. ഇത് മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് അല്ലേ? ഇത് മധുരക്കറിയാണ്. നമ്മൾ സദ്യക്ക് വിളമ്പുന്ന ഒരു മധുരക്കറി. നമ്മൾ നല്ല സ്വീറ്റ് ആയിരിക്കണം. അതാണ്. ഇനി നല്ലോണം ഇത് എല്ലാം സ്വീറ്റ്. പക്ഷെ സദ്യ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഒരു മധുരക്കറി ഉണ്ടാവും. ഒരു പൈനാപ്പിൾ അല്ലെങ്കിൽ ഒരു മാങ്ങ കറി. ഇത് ഒരു സദ്യക്ക് വിളമ്പുന്ന ഒരു ഡിഷാണ്. അപ്പൊ നമ്മൾ ഇത് നന്നായിട്ട് വേഗണം. ഇത് എത്ര മിനിറ്റ് വേവിക്കണം? ഒരു 5 to 10 minutes. എന്നാലേ ഇതെല്ലാം ആകത്തുള്ളൂ. ശരിക്കും ബോയിൽ ആവണം. ശരിക്കും ബോയിൽ ആയിട്ട് അതിന്റെ എല്ലാം ഇതെല്ലാം മാങ്ങയെല്ലാം ഒരു വേവണം. മീൻസ് മാങ്ങ വേവിക്കണം ശരിക്കും. കാരണം എല്ലാവരും ഈ കറി ഉണ്ടാക്കുന്നു ഇതിന്റെ മാങ്ങയാണ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. ബിക്കോസ് ഇറ്റ്സ് വെരി ഇങ്ങനെ സ്വീറ്റ് ആയിട്ട് ഡിലീഷ്യസ് ആയിരിക്കും അല്ലേ? ഓണം സദ്യയിലൊക്കെ കാരണം എത്ര പച്ചക്കറി എല്ലാം സദ്യ തിന്നു കഴിയുമ്പം നമുക്ക് പെട്ടെന്ന് ഒരു സ്വീറ്റ് ഡിഷ് കഴിക്കുമ്പോൾ അതിനൊരു ഡിഫറെന്റ് റൈസ് ഒക്കെ തിന്നുമ്പോൾ ഒരു ഡിഫറെന്റ് കിട്ടും. സ്വീറ്റ് ആൻഡ് സോർ. പാജി സദ്യ കഴിച്ചിട്ടുണ്ടോ? ഞാൻ സദ്യ കഴിച്ചിട്ടുണ്ട്. പെർട്ടിക്കുലർ ഇങ്ങനത്തെ ഐറ്റം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഇന്ന് ആദ്യമായിട്ട് ഞാൻ ശ്രദ്ധിക്കണ ഈ ഐറ്റം. അപ്പൊ എനിക്കൊരു റെസിപ്പി കിട്ടി. ആക്ച്വലി പാജി ഇത് മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞ വേറൊരു കറിയുണ്ട്. അതിൽ നമ്മള് കോക്കനട്ട് നമ്മൾ അരക്കും, ഗ്രൈൻഡ് ചെയ്തിട്ട് നമ്മൾ ഇടും. അത് യെല്ലോ കളർ ആയിരിക്കും. അതിൽ ചില്ലി പൗഡർ യൂസ് ചെയ്യില്ല. ചില്ലി പൗഡർ. പക്ഷെ ഇത് അതല്ല, ഒരു സ്പെഷ്യൽ കറിയാണിത്. ഓക്കെ. തണുത്തിട്ടുണ്ട്, തണുപ്പിച്ചിട്ടുണ്ട്, നല്ലോണം തണുത്തിട്ടുണ്ട്. നോക്കാം
അതാണ് അതന്നെ. എല്ലാം നല്ല തണുത്തിരിക്കുന്നു. ഇപ്പൊ നല്ല കുറുകി. ഇതൊരു ഡെസേർട്ട് പോലെ ആയി. ഇനി നമുക്ക് കേട് ഇതിനകത്തോട്ട് ഇടാം. പജി എത്ര സ്പൂൺ? നമുക്കൊരു 4 സ്പൂൺ ഇട്ടിട്ട് 4 സ്പൂൺ ഇടാം. അണ്ട് വെറുതെ അങ്ങോട്ട് നോക്കാം. അപ്പം പജി നമുക്കിപ്പോ താളിപ്പ് ചെയ്യാം. താളിപ്പ് മീൻസ് ഫ്രൈ ചെയ്യാം. ഓക്കെ. അപ്പൊ നമുക്ക് സൺഫ്ലവർ ഓയിൽ. അപ്പൊ ഗോൾഡ് വിന്നർ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഗോൾഡ് ഓയിൽ ഭയങ്കര ഹെൽത്തി ആണ്. നമുക്ക് ഇപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ നമുക്ക് സത്യം പറഞ്ഞാല് പഴമാങ്ങക്കറി ഉണ്ടാക്കുന്നുണ്ട് മാത്രം കാര്യമായില്ലല്ലോ, നമ്മള് താളിപ്പിലാണ്. നല്ല ഹെൽത്തി ആയിട്ടൊരു ഓയിലാണ്. അപ്പൊ പജി ഓയിൽ ഒഴിക്കണം. ശരിയാ. ഗോൾഡ് വിന്നറിനോടൊപ്പം ആഘോഷിക്കും ആരോഗ്യപ്രദമായ ഓണം. ഇനി നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോ കുറച്ച് മസ്റ്റേർഡ് ഓയിൽ, പിന്നെ കുറച്ച് ഫെനിഗ്രിക് അറിയില്ലേ? അറിയാം. പിന്നെ ബിക്കോസ് പജിയൊക്കെ യൂസ് ചെയ്യണ കൂടുതലും എന്റെ ലീഫ് അല്ലേ? ലീഫ് കറക്റ്റ്. ലീഫ് നമുക്ക് ഉപയോഗിക്കണം. ഇനി നമ്മള് റെഡ് ചില്ലി ഇടും. ഫ്രൈ ചെയ്യാൻ വേണ്ടി. റെഡ് ചില്ലിക്ക് ഒരു ഇത്തിരി ഭംഗിയുണ്ട്. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമ്മുടെ ഡിഷ് നല്ല ഭംഗിയാക്കും. പിന്നെ അതിന്റെ ഫ്ലേവറും കിട്ടും. പിന്നെ നമ്മൾ കുറച്ച് കറി പൗഡർ, കറിപ്പത്ത. പിന്നെ നമ്മ കുറച്ച് ഫ്രൈ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് താളിച്ചിട്ട് അപ്പൊ പാജി നമുക്കിത് മിക്സ് ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് മിക്സ് ചെയ്യാം. ഇതിന്റെ ലുക്ക് ബ്യൂട്ടിഫുൾ ലുക്കാണ്. കഴിക്കുമ്പോ അതിനോട് കൂടുതൽ ബ്യൂട്ടിഫുൾ ആയിരിക്കും. പിന്നെ ഇനി നമുക്കൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാം. കറക്റ്റ്. അപ്പൊ നമ്മുടെ ഡിഷ് റെഡിയായി. നമുക്ക് അപ്പൊ നമ്മുടെ ഓത്തന്റിക് ഡിഷ് റെഡി. പഴമാങ്ങ കറി. അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ്. വാ, ബ്യൂട്ടിഫുൾ. വെരി ഗുഡ്. ഞാൻ പഠിച്ചത് ഞാൻ ട്രൈ ചെയ്യും. സോ വിഷ് യു ഹാപ്പി ഓണം.